എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മുള്ളൻപൂരിലെ മഹാരാജ യാദവേന്ദ്ര സിംഗ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ പച്ചപ്പുൽ മൈതാനത്ത് ചരിത്രം പുതിയൊരു അധ്യായം കുറിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ നായകൻ ഹഷ്മതുള്ള ഷാഹിദിയുടെ കണ്ണുകളിൽ നിന്നടർന്നു വീണ കണ്ണുനീർ തുള്ളികൾക്ക് ഒരു വലിയ പരാജയത്തിന്റെ ആഴവും വേദനയും പറയാനുണ്ടായിരുന്നു. ആവേശവും ഉദ്വേഗവും നിറഞ്ഞ ഈ ഏക ചരിത്ര ടെസ്റ്റ് മത്സരത്തിൽ ഒരു ഇന്നിംഗ്സിനും 300 റൺസിനുമുള്ള പടുകൂറ്റൻ വിജയത്തോടെ ഇന്ത്യൻ ടീം തങ്ങളുടെ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ്. നായകൻ ശുഭ്മൻ ഗിൽ, വിശ്വസ്ത ബാറ്റർ KL രാഹുൽ, ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദർ, അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച സ്പിന്നർ മാനവ് സുത്താർ എന്നിവരുടെ അവിസ്മരണീയമായ പ്രകടനങ്ങൾ ഗാലറിയിൽ എങ്ങിനിറഞ്ഞ ഓരോ ക്രിക്കറ്റ് ആരാധകന്റെയും സിരകളിൽ ആവേശമായി പടർന്നുകയറി. എന്നാൽ ഈ ദയനീയമായ തോൽവിക്ക് ശേഷം ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികളുടെ ഹൃദയം സ്പർശിച്ചത് അഫ്ഗാൻ നായകൻ ഹഷ്മതുള്ള ഷാഹിദിയുടെ വാക്കുകളായിരുന്നു. സ്വന്തം മണ്ണിൽ ഇന്ത്യയെ തോൽപ്പിക്കുക എന്നത് അസാധ്യമായ കാര്യമാണെന്ന് അദ്ദേഹം തുറന്നു സമ്മതിച്ചു. ശുഭ്മൻ ഗില്ലിന്റെ നായകത്വത്തെയും രാഹുലിന്റെ സാങ്കേതിക തികവിനെയും സുത്താറിന്റെ സ്പിൻ മാന്ത്രികതയെയും സാക്ഷാൽ MS ധോണി, വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ എന്നിവരുടെ സുവർണ കാലഘട്ടത്തോടുപമിച്ചുകൊണ്ട് അദ്ദേഹം 140 കോടി ഇന്ത്യക്കാരുടെ ഹൃദയമാണ് കീഴടക്കിയത്. ടോസ് നേടിയ ഇന്ത്യൻ നായകൻ ശുഭ്മൻ ഗിൽ ആദ്യം ബാറ്റ് ചെയ്യാനുള്ള ധീരവും ആക്രമണോത്സുകവുമായ തീരുമാനം കൈക്കൊണ്ടതോടെയാണ് ഈ ഇതിഹാസ പോരാട്ടത്തിന് തിരശീലയുയർന്നത്. ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യൻ ബാറ്റിംഗ് നിര അഫ്ഗാൻ ബൌളർമാർക്കുമേൽ കൊടുങ്കാറ്റായി ആഞ്ഞടിച്ചു. 165 പന്തുകൾ നേരിട്ട് 11 അതിർത്തി വരമ്പുകൾ ഭേദിച്ചുകൊണ്ട് KL രാഹുൽ നേടിയ 100 റൺസിന്റെ ക്ലാസിക് ഇന്നിംഗ്സും 104 പന്തുകളിൽ 13 ഫോറുകളുടെ അകമ്പടിയോടെ ഓപ്പണർ സായി സുദർശൻ പടുത്തുയർത്തിയ 81 റൺസിന്റെ ഇന്നിംഗ്സും ഇന്ത്യയ്ക്ക് ഉറച്ച അടിത്തറ പാകി. പിന്നീട് നായകൻ ശുഭ്മൻ ഗിൽ തന്നെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് 177 പന്തുകളിൽ 15 ഫോറുകളും ഒരു കൂറ്റൻ സിക്സറുമടക്കം 126 റൺസ് അടിച്ചുകൂട്ടി ക്യാപ്റ്റന്റെ ഉത്തരവാദിത്തം എന്താണെന്ന് ലോകത്തിന് കാണിച്ചുകൊടുത്തു. മധ്യനിരയിൽ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത് തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അഫ്ഗാൻ ബൌളർമാരെ കടന്നാക്രമിച്ച് 121 പന്തുകളിൽ 6 ഫോറുകളും 3 ഗഗനചുംബിയായ സിക്സറുകളുമടക്കം 81 റൺസ് നേടിയപ്പോൾ ഇന്ത്യൻ സ്കോർ അതിവേഗം കുതിച്ചുയർന്നു. വാലറ്റത്ത് ധ്രുവ് ജുറൽ 19 റൺസും തന്റെ കന്നി മത്സരം കളിക്കുന്ന മാനവ് സുത്താർ 41 പന്തുകളിൽ 2 ഫോറുകളും 2 സിക്സറുകളുമടക്കം 28 റൺസും നേടി സ്കോർ ബോർഡിന് വേഗം കൂട്ടി. ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദർ 68 പന്തുകളിൽ 5 ഫോറുകളും 1 സിക്സറുമടക്കം 52 റൺസുമായി പുറത്താകാതെ നിന്നപ്പോൾ മുഹമ്മദ് സിറാജ് വെറും 12 പന്തുകളിൽ 4 ഫോറുകളും 1 സിക്സറുമടക്കം 22 റൺസ് നേടി അഫ്ഗാൻ പ്രതീക്ഷകളെ പൂർണ്ണമായും തകർത്തെറിഞ്ഞു. ഒപ്പം കുൽദീപ് യാദവ് നായകൻ 9 റൺസുമായി പുറത്താകാതെ നിന്നു. 27 ഓവറുകളിൽ 140 റൺസ് വഴങ്ങി 6 വിക്കറ്റുകൾ പിഴുതെടുത്ത മുഹമ്മദ് സലീം സാഫി മാത്രമാണ് അഫ്ഗാൻ നിരയിൽ അല്പമെങ്കിലും ചെറുത്തുനിൽപ്പ് നടത്തിയത്. സിയാബുർ റഹ്മാൻ ഷരീഫിക്കും നായകൻ ഷാഹിദിക്കും ഓരോ വിക്കറ്റുകൾ വീതം ലഭിച്ചു. അങ്ങനെ 127 ഓവറുകൾ പൂർത്തിയാകുമ്പോൾ 8 വിക്കറ്റ് നഷ്ടത്തിൽ 560 റൺസ് എന്ന ഹിമാലയൻ സ്കോർ പടുത്തുയർത്തി ഇന്ത്യ തങ്ങളുടെ ആദ്യ ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തു. ഇത് അഫ്ഗാനിസ്ഥാനെതിരായ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന ടെസ്റ്റ് സ്കോറാണ്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ അഫ്ഗാനിസ്ഥാന്റെ തുടക്കം തന്നെ ഒരു ദുർസ്വപ്നം പോലെയായിരുന്നു. പേസർ പ്രസിദ്ധ് കൃഷ്ണ 27 പന്തുകളിൽ 17 റൺസ് എടുത്ത ഓപ്പണർ സെദക്കള്ള അറ്റലിയെയും 48 പന്തുകളിൽ 20 റൺസ് നേടിയ നായകൻ ഷാഹിദിയെയും വിക്കറ്റിനു മുന്നിൽ കുടുക്കി പവലിയനിലേക്ക് മടക്കി. പിന്നീട് നാം കണ്ടത് ഇന്ത്യൻ ക്രിക്കറ്റിലെ പുതിയ സ്പിൻ മാന്ത്രികനായ മാനവ് സുതാരന്റെ വിശ്വരൂപമായിരുന്നു. അബ്ദുൽ മാലിക്കിനെ 18 പന്തുകളിൽ 16 റൺസിന് സിറാജിന്റെ കൈകളിലെത്തിച്ച സുത്താർ അപകടകാരിയായ റഹ്മാനുള്ള ഗുർബാസിനെ 40 പന്തുകളിൽ 12 റൺസിന് സ്ലിപ്പിൽ സായി സുദർശന്റെ മികച്ചൊരു ക്യാച്ചിലൂടെ പുറത്താക്കി. 135 പന്തുകളിൽ 9 ഫോറുകളും ഒരു കൂറ്റൻ സിക്സറുമടക്കം 60 റൺസ് നേടിയ റഹ്മത്ത് ഷാ മാത്രമാണ് അഫ്ഗാൻ നിരയിൽ പിടിച്ചുനിന്നത്. എന്നാൽ സുത്താറിന്റെ തിരിഞ്ഞുവന്നൊരു മാന്ത്രിക പന്തിൽ അദ്ദേഹത്തിന്റെ സ്റ്റമ്പുകൾ തെറിച്ചു. തുടർന്ന് അഫ്സർ സസായിയെ 26 പന്തിൽ 3 റൺസിന് സ്വന്തം പന്തിൽ ക്യാച്ചെടുത്തും ഷറഫുദ്ദീൻ അഷ്റഫിനെ 32 പന്തിൽ 11 റൺസിന് പന്തിന്റെ കൈകളിലെത്തിച്ചും മുഹമ്മദ് സലീം സാഫിയെ 0-ന് LBW ആക്കിയും സുത്താർ തന്റെ കന്നി ഇന്നിംഗ്സിൽ തന്നെ 6 വിക്കറ്റുകൾ എന്ന ചരിത്ര നേട്ടം കൈവരിച്ചു. പ്രസിദ്ധ് കൃഷ്ണ 3ഉം വാഷിംഗ്ടൺ സുന്ദർ 1 വിക്കറ്റും നേടിയതോടെ അഫ്ഗാനിസ്ഥാന്റെ ആദ്യ ഇന്നിംഗ്സ് 58.4 ഓവറുകളിൽ വെറും 152 റൺസിൽ പൂർണ്ണമായും തകർന്നടിഞ്ഞു. ഇതോടെ യാതൊരു ദയയും കാണിക്കാതെ ഫോളോ ഓൺ ചെയ്യാൻ അഫ്ഗാനെ നിർബന്ധിതരാക്കിയ ഗില്ലിന്റെ തീരുമാനം രണ്ടാം ഇന്നിംഗ്സിൽ അവർക്ക് കൂടുതൽ ദുരന്തമാണ് സമ്മാനിച്ചത്. 4ാം ഓവറിൽ തന്നെ അബ്ദുൽ മാലിക്കിനെ 7 റൺസിന് പുറത്താക്കി സിറാജ് വേട്ട തുടങ്ങി. പിന്നീട് കുൽദീപ് യാദവ് തന്റെ പരിചയസമ്പത്ത് പുറത്തെടുത്ത് ഗുർബാസിനെ 24 പന്തിൽ 24 റൺസിനും നംഗ്യാലി ഖരോട്ടയെ 6 റൺസിനും മുഹമ്മദ് സലീം സാഫിയെ 0-നും പുറത്താക്കി 3 വിക്കറ്റുകൾ വീഴ്ത്തി.
ഇതിനുശേഷം വാഷിംഗ്ടൺ സുന്ദറിന്റെ സ്പിൻ കൊടുങ്കാറ്റാണ് സ്റ്റേഡിയം കണ്ടത്. ഓപ്പണർ അറ്റലിയെ 28 പന്തിൽ 4 റൺസിനും റഹ്മത്ത് ഷായെ 16 പന്തിൽ 13 റൺസിനും നായകൻ ഷാഹിദിയെ 10 പന്തിൽ 10 റൺസിനും അസ്മത്തുള്ള ഒമർസായിയെ 4 പന്തിൽ 4 റൺസിനും പുറത്താക്കി അഫ്ഗാൻ ബാറ്റിംഗ് നിരയുടെ നട്ടെല്ലൊടിച്ചു. മാനവ് സുത്താർ അഫ്സർ സസായിയെ 8 റൺസിന് പുറത്താക്കിയപ്പോൾ പരിക്കേറ്റ് ഷറഫുദ്ദീൻ അഷ്റഫിന് ബാറ്റ് ചെയ്യാൻ കഴിയാത്തതോടെ അഫ്ഗാൻ ഇന്നിംഗ്സ് 35.5 ഓവറിൽ വെറും 112 റൺസിൽ പൂർണ്ണമായും തകർന്നടിഞ്ഞു. ഈ ചരിത്രപരമായ മഹാവിജയത്തിനു ശേഷം മൈതാന മധ്യത്തിൽ കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കിടുന്ന ഇന്ത്യൻ താരങ്ങളുടെ ദൃശ്യങ്ങൾ ആവേശകരമായിരുന്നു. ആകെ 7 വിക്കറ്റുകൾ നേടിയ മാനവ് സുതാറിന്റെ കണ്ണുകളിലെ ആനന്ദാശ്രുക്കളും ബാറ്റിംഗിലും ബൌളിംഗിലും മിന്നിത്തിളങ്ങിയ വാഷിംഗ്ടൺ സുന്ദറിന്റെ ആഘോഷങ്ങളും ട്രോഫി വായുവിൽ ഉയർത്തിപ്പിടിച്ച ഗില്ലും ആ ഗാലറിയെ പ്രകമ്പനം കൊള്ളിച്ചു. മത്സരം ശേഷം നിറഞ്ഞ കണ്ണുകളോടെ ക്യാമറയ്ക്ക് മുന്നിലെത്തിയ അഫ്ഗാൻ നായകൻ ഷാഹിദി സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെ ഉത്തമ ഉദാഹരണമായി മാറി. ഇന്ത്യൻ ടീമിനെയും ഗില്ലിനെയും അഭിനന്ദിച്ച അദ്ദേഹം രാഹുലിന്റെ സെഞ്ചുറിയും സുദർശന്റെ ബാറ്റിംഗും തങ്ങളുടെ തന്ത്രങ്ങളെല്ലാം പൊളിച്ചുവെന്നും സുതാറിന്റെ സ്പിൻ തങ്ങളെ നിസ്സഹായരാക്കിയെന്നും സമ്മതിച്ചു. ഗില്ലിന്റെ നായകത്വത്തെയും ശാന്തതയെയും ധോണിയുടെയും രോഹിത് ശർമ്മയുടെയും കാലഘട്ടത്തോടുപമിച്ചുകൊണ്ട് അദ്ദേഹം 140 കോടി ഇന്ത്യക്കാരുടെ ഹൃദയമാണ് കീഴടക്കിയത്. സുതാറിന്റെ കളിക്കളത്തിലെ വീര്യം യുവ വിരാട് കോഹ്ലിയെ ഓർമ്മിപ്പിക്കുന്നുവെന്നും ആദ്യ ഇന്നിംഗ്സിൽ തന്നെ 6 വിക്കറ്റ് വീഴ്ത്തിയ സുതാർ ഇന്ത്യൻ ക്രിക്കറ്റിലെ അടുത്ത സൂപ്പർ സ്റ്റാർ സ്പിന്നറാകാൻ പോകുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വാഷിംഗ്ടൺ സുന്ദറിന്റെയും കുൽദീപിന്റെയും പ്രകടനങ്ങളെയും സിറാജിന്റെ വെടിക്കെറ്റ് ബാറ്റിംഗിനെയും പ്രശംസിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ടീമാണ് ഇന്ത്യ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. സ്റ്റേഡിയത്തിൽ മുഴങ്ങിക്കേട്ട ഭാരത് മാതാ കി ജയ് വിളികൾ തനിക്ക് രോമാഞ്ചമുണ്ടാക്കിയെന്നും ഈ പരാജയത്തിൽ സങ്കടമുണ്ടെങ്കിലും ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഈ പുതിയ യുഗത്തിന്റെ തുടക്കം കാണാനായതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം ഹൃദയം തുറന്നു പറഞ്ഞു. ഗില്ലിന്റെ നായകത്വം, രാഹുലിന്റെ സെഞ്ചുറി, വാഷിംഗ്ടൺ സുന്ദറിന്റെ ഓൾറൗണ്ട് മികവ്, സുത്താറിന്റെ ചരിത്രപരമായ അരങ്ങേറ്റം ഇന്ത്യയെ ലോക ക്രിക്കറ്റിലെ അജേയരായ രാജാക്കന്മാരാക്കിയിരിക്കുകയാണ്. അഫ്ഗാൻ നായകന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ആധിപത്യം ഇപ്പോൾ ലോകമെമ്പാടും പ്രതിധ്വനിക്കുന്നു എന്നാണ്. ഈ ചരിത്രവിജയം വരും കാലങ്ങളിൽ ഓസ്ട്രേലിയയെയും ഇംഗ്ലണ്ടിനെയും അവരുടെ നാട്ടിൽ പോയി തോൽപ്പിക്കാൻ ഇന്ത്യക്ക് കരുത്തേകുമോ എന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ സത്യസന്ധവും വ്യക്തിപരവുമായ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.